ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇപ്പോ ഇനി മിന്നൽ മുരളി 2 സംഭവിക്കുമ്പോ ഇപ്പോ ബേസിലായിട്ട് ഒരു ലീഡ് റോൾ ചെയ്യണ ഒരു ഹീറോ ആണ്. ഇനി അങ്ങനെ രീതിയിലൂടെ പ്രഷറിലൂടെ ഒരു സിനിമ ചെയ്യാൻ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാൻ അവരോട്? ഇല്ല, അങ്ങനെ പ്രഷർ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രഷറാണ്. ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും മരണമാസത്തിന് ശിവപ്രസാദിന് പ്രഷർ ഉണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോൾ ശിവപ്രസാദ് പ്രഷർ ഉണ്ടായിരുന്നേ പറയുള്ളൂ. തീർച്ചയായിട്ടും സിനിമയുടെ സ്കെയിലും അതുമൊക്കെ ആയിട്ടുള്ള ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള പ്രഷർ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഒരു റീജിയണൽ ഇൻഡസ്ട്രി ആകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എന്തായാലും ഏത് സിനിമ ചെയ്താലും ഉണ്ടാവും. അതിപ്പോ മിന്നൽ മുരളി 2 ചെയ്താലും ഒക്കെ അതിനനുസരിച്ചിട്ട് അതിന്റേതായിട്ടുള്ള പ്രഷർ എന്തായാലും ഉണ്ടാവും. കാരണം ആ സിനിമ ആസ്പയർ ചെയ്യുന്ന അതിലും വലിയൊരു സിനിമയായിട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ബജറ്റിലും വലിയ സിനിമയായിട്ടായിരിക്കും അത് അതിന്റെ ഒരു അംബീഷൻ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് പ്രഷറിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രഷറിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്കും കൂടുതൽ ക്രിയേറ്റീവ് ആവുകയും കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടൊക്കെ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനും പറ്റുക. നമ്മൾ ഭയങ്കര ലക്ഷറിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉഴപ്പിപ്പോകും. ഇത് ശരിക്കും നമ്മൾ കുറെ സിനിമകളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ എപ്പോഴും പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിൽ നിരന്തരമായിട്ട് അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നാണ്. അത് രണ്ട് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു ഡയറക്ടർ അങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതെ വീക്കായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ച് മേടിക്കാൻ പറ്റാണ്ടായി പോകും. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടറും ഫൈറ്റ് ചെയ്യണം. എന്നാൽ അമിത ചെലവോ അനാവശ്യ ചെലവോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസറും ഫൈറ്റ് ചെയ്യണം. അതിന്റെ പേരിലുള്ള പ്രഷറാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഏറ്റവും നന്നായിട്ട് ഈ പറഞ്ഞ ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നതിനെ പരിഹരിച്ച് സിനിമയ്ക്ക് എന്താണോ ആവശ്യം അത് നേടിയെടുക്കുന്ന ഡയറക്ടറും അനാവശ്യമായിട്ടുള്ള എന്തുണ്ടോ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്ന പ്രൊഡ്യൂസറുമുള്ളൊരു സിനിമയാണ് ഏറ്റവും അതിന്റെ കറക്റ്റ് ബഡ്ജറ്റിൽ ഏറ്റവും നല്ല ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്ന അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ സിനിമയ്ക്ക് ഗുണമായി ചെയ്യുള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ ഈ നമ്മളുടെ ഈ നമുക്ക് കുറെ വെല്ലുവിളികളും പ്രതിസന്ധികളും കുറെ കോൺസ്ട്രെയിൻസും ഒക്കെ നമുക്കുണ്ടാവും. അതൊക്കെയാണ് നമ്മളെ കൊണ്ട് കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും അങ്ങനെ സിനിമകൾ എടുക്കാനും ഒക്കെ സഹായിക്കുന്നത്. ഭയങ്കര കൺവീനിയന്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉറപ്പായിട്ടും വളരെ സ്ട്രഗിൾ ചെയ്യും. അത് ആ കൺവീനിയൻസ്, പല മൈനർ ഇൻകൺവീനിയൻസസ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കി തരുന്നത് ചിലപ്പോൾ ഒരു പുതിയൊരു ക്രിയേറ്റീവ് രീതികളോ അങ്ങനത്തെ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പരീക്ഷ നോക്കുന്നത് അങ്ങനത്തെ ഇൻകൺവീനിയൻസസ് ഉണ്ടാവുമ്പോഴാണ്. നല്ലതാണ് അങ്ങനെ വർക്കിന് വേണ്ടി അടി ഉണ്ടാക്കിയിട്ടുണ്ടോ ഡയറക്ടറുമായിട്ട് ടോവിയായിട്ട്? അല്ല, നമ്മള് ഉറപ്പായിട്ടും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിൽ, അതായത് ബഡ്ജറ്റ് അമിതമായിട്ട് ഇപ്പൊ മഴ കൊണ്ടുള്ളത് നമുക്കറിയാം. അവരുടെ അത് അമിതമായിട്ട് പോവാതിരിക്കാൻ ഞാനും, എന്നാൽ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കാനായിട്ട് ശൂരം അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് ഐഡിയൽ ബഡ്ജറ്റിൽ ഒരു ഐഡിയൽ ഔട്ട്പുട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഹെൽത്തി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ഇപ്പൊ ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിച്ചത്, ഇപ്പൊ